മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. നല്ലൊരു ദിവസം ഈശോയിൽ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആഴത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ വരണമേ. ആത്മാവിൻ്റെ വലിയ അഭിഷേക ശക്തി ഇന്നേ ദിവസം നമ്മളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും കൃപയാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട്, ആത്മശക്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊന്നു ചേർന്ന് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്ത് നമ്മൾ നടത്തുന്ന ഈ ഒരുക്ക യാത്രയിൽ തമ്പുരാൻ്റെ വലിയ കരുണയും അനുഗ്രഹവും അഭിഷേകവും നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ ദിനങ്ങളിൽ കൂടെ ആയിരുന്ന് യാത്ര ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മശക്തിയെക്കുറിച്ചാണ്. എന്താണ് ആത്മശക്തി? മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എളുപ്പത്തിലും സന്തോഷത്തിലും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, ഇനി ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്ന, ഇനി ആ വ്യക്തി എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇരട്ടി കരുത്തോടുകൂടി യൗവനം പ്രാപിച്ച കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ചില മനുഷ്യജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വ്യക്തി പ്രഭാവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൻ്റെ വഴികളെ, കടന്നു വന്ന വഴികളിൽ നേരിടേണ്ടി വന്ന സഹന വഴികളുടെ കരുത്തിൽ നിന്നും ഉടലെടുത്ത ആത്മബോധ്യവും ആത്മധൈര്യം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്, ദൈവികമായ ശക്തി നൽകുന്ന ഏറ്റവും വലിയ കൃപയും കരുത്തുമാണിത്, ആത്മശക്തി. അതായത് മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എളുപ്പത്തിലും സന്തോഷത്തിലും ചെയ്യുവാൻ മനുഷ്യ മക്കളെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ കരുതാറുണ്ട്, ദൈവമേ ഇതെന്ത് ചെയ്യും, ഇതെങ്ങനെ മുന്നോട്ട് പോകും, ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുമോ, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ബോധ്യവും കിട്ടുന്നില്ല, എനിക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ. പക്ഷേ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം നമ്മൾ വായിച്ച് വചനത്തിലൂടെ നമ്മൾ കടന്നു വന്നാൽ, ബൈബിളിലൂടെ നമ്മൾ കടന്നു വന്നാൽ ഇങ്ങനെ ഒത്തിരിയേറെ വ്യക്തിജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുന്നവരിലേക്ക് ആത്മശക്തി അനുഗ്രഹത്തിൻ്റെ പ്രഭാവമായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുവിശേഷത്തിലേക്ക് വന്നാൽ, അപ്പസ്തോലന്മാരിലേക്ക് വന്നാൽ, ഈശോയുടെ മരണശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് ഭാരപ്പെട്ട്, അതേസമയം ഈശോ ഉദ്ധിതനായി സമാധാനത്തിൻ്റെ സന്ദേശം അറിയിച്ച് സാന്നിധ്യം കൊടുത്ത് സ്വർഗാരോപണം ചെയ്ത് കടന്നുപോയ ശേഷം പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയ്ക്കൊപ്പമായിരിക്കുന്ന അപ്പസ്തോലന്മാരും ശിഷ്യഗണങ്ങളും, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിമിഷം മുതൽ കൂടുതൽ കരുത്തുറ്റവരായി, ആത്മാവിൽ ശക്തി പ്രാപിച്ചവരായി, ആത്മശക്തി കൊണ്ട് നിറഞ്ഞവരായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, പിന്നെ അവർ മരണത്തിന് മുൻപിൽ പോലും ഭയപ്പാടോടുകൂടി നിൽക്കുന്നില്ല.
അസ്വസ്ഥപ്പെട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ആകുലതപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്നില്ല. പകരം അറിഞ്ഞവനെ ഘോഷിക്കുവാൻ, അറിഞ്ഞവനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ ശക്തിയോടെ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ അനുദിന ജീവിത യാത്രയിലും പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ അനുദിന ജീവിത യാത്രയുടെ വഴികളെ സ്നേഹത്തിലും കരുതലിലും കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല തടസ്സങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിത മുമ്പിൽ വന്നേക്കാം. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കരുത്തായി, കരുതലായി, തണലായി, ആത്മബലമായി തമ്പുരാൻ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. കൂടുതൽ ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്ക് പരിശുദ്ധാത്മ ശക്തിക്കായി, ആത്മശക്തിക്കായി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും ജീവിതത്തിൻ്റെ തക്ക സമയങ്ങളിൽ കർത്താവ് കടന്നു വരികയും പരിശുദ്ധാത്മാവ് നമ്മെ ജ്വലിക്കുകയും തീക്ഷ്ണതയോടെ നൊമ്പര കടലുകളെ കടന്നു മുന്നോട്ട് പോകുവാനായിട്ട് ജീവിതത്തിന് കരുത്തേകുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ പെന്തക്കോസ്ത ഒരുക്ക ദിനങ്ങളിൽ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിനത്തിൻ്റെ പ്രാർത്ഥന ഈ ദാനത്തിനു വേണ്ടി ഉള്ളതാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.